ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഒരു വെണ്ടക്ക വിളവെടുപ്പാണ്. വെണ്ടക്ക ഏകദേശം പറിച്ച് കഴിഞ്ഞു. ഇതെൻ്റെ മതിലിൻ്റെ മുകളിൽ ഗ്രോ ബാഗിൽ നട്ട വെണ്ടക്കയാണ്. ഇതിൽ ഏകദേശം കണ്ടോ, ഒരു വെണ്ടക്ക വന്നിട്ട് 20-22 വെണ്ടക്കയാണ് എനിക്ക് കിട്ടിയത്. കണ്ടോ, പിന്നെ കായ്ച്ചു കൊണ്ടേയിരിക്കും. ഇലയൊക്കെ കഴിഞ്ഞു, പക്ഷെ കായ്ച്ചു കൊണ്ടേയിരിക്കും. വെണ്ടക്ക നല്ലോ കായ്ച്ചു കൊണ്ടിരിക്കും. ഇതൊക്കെ മധുരമ്മലാണ്. ഒരു 2 മാസമായി വിളവെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല അടിപൊളി വിളവാണ്. ഇതിൻ്റെ തൊടുവിലാണ്. ഇതിലും നല്ല വിളവാണ് വെണ്ടക്ക ആകെ ഒരു പ്രശ്നം ഉള്ളൂ, നടാനും പരിചരണമൊക്കെ വളരെ കുറവാണ്. പക്ഷെ വിളവെടുപ്പായി കഴിഞ്ഞാൽ പറിച്ച് മടുക്കും വെണ്ടക്ക. ഇതിൻ്റെ ചെക്കനാണ് വിളവെടുക്കുന്നത്. അപ്പോൾ വെണ്ടക്ക കൃഷി നല്ല കൃഷിയാണ്, പക്ഷെ യാതൊരു പരിചരണവും കാര്യങ്ങളും വേണ്ട. പക്ഷെ വെണ്ടക്ക പറിച്ച് മടുക്കും. ഇപ്പം വെണ്ടക്ക പറിച്ച് എല്ലാ നാട്ടിലെ അയൽക്കാർക്ക് ഫുള്ള് കൊടുത്ത്, അയൽവാസികൾക്ക് ഫുള്ള് കൊടുത്ത്, എല്ലാവർക്കും വിതരണം മാത്രം. കാരണം എന്നും വെണ്ടക്ക ഞാൻ വിൽക്കലില്ല വെണ്ടക്ക, കാരണം ഒക്കെ വിതരണം ചെയ്യലാണ്. അപ്പം അയൽവാസികൾക്കും ഫാമിലികൾക്കും മാത്രം വിതരണം ചെയ്തു. അവർക്ക് തന്നെ മടുത്തു ഫുള്ള് വെണ്ടയ്ക്കാണ്. കാരണം ഇപ്രാവശ്യം ഞാൻ വെണ്ടക്ക കുറച്ച് കൂടുതൽ കൃഷി ചെയ്തു. നമ്മളെ വീട്ടിലേക്ക് രണ്ട് തൈ മാത്രം നട്ടാൽ മതി, എന്നാൽ തന്നെ ഒന്നരാടം വെണ്ടക്ക പറിക്കാം. ഇത് ഞാൻ കൂടുതൽ കൃഷി ചെയ്തു. അപ്പോൾ കൂടുതൽ വെണ്ടക്ക ഉണ്ടായി. വെണ്ടക്ക പറിച്ച് മടുത്തു. കാരണം ഒന്നരാടം വെണ്ടക്ക പറിക്കണം. കാരണം ഒരു 2 സ്ഥലത്ത് എനിക്ക് മതിലിൻ്റെ മുകളിലുണ്ട് കൃഷി, പുറത്തുണ്ട് കൃഷി. അപ്പോൾ ഒരു ദിവസത്തെ പറയും, ഒരു ദിവസം എനിക്ക് വെണ്ടക്ക പറിക്കാനുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ മതിലിൻ്റെ മുകളിലെ കൃഷി എൻ്റെ ചെക്കൻ വിളവെടുക്കുകയാണ്. ഇത് അവനൊരു താല്പര്യം വെണ്ടക്ക വിളവെടുക്കാന്ന്. അപ്പോൾ ഞാൻ അപ്പോൾ ഡ്രമ്മിൻ്റെ മുകളിൽ കയറിയിട്ടാണ് പറിക്കുന്നത്. നല്ല വിളവാണ്. ഒരു 4-5 കിലോ ദിവസം പറിക്കാണ്ട്. അപ്പം ഇതൊക്കെ പറിച്ച് വിൽപ്പനക്കില്ല, കാരണം നമ്മളെ അയൽവക വിതരണങ്ങൾ ചെയ്യലാണ്. വിൽപ്പന ഇതുവരെ വിറ്റിട്ടില്ല. വെണ്ടക്ക പറിച്ച് മടുത്തു. വെണ്ടക്ക കൃഷി നല്ല കൃഷിയാണ്, പക്ഷെ വിളവാകുമ്പോൾ പറിക്കലാണ് ബുദ്ധിമുട്ട്. നല്ല വിളവാണ്. ഓക്കെ, നമസ്കാരം.